സർവശക്തനായ ദൈവത്തിന്റെ പുണ്യനാമത്തിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മിയുടെ, എൻ്റെ ഭാര്യ അമ്മണിയുടെ ശവസംസ്കാര ശുശ്രൂഷയില് കടന്നു വന്ന് പങ്കുചേരുവാനും സങ്കടങ്ങൾ ചിരിക്കുന്നവരോടുകൂടെ ചിരിക്കണമെന്നും കരയുന്നവരോടുകൂടെ കരയണമെന്നും തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ അവരുടെ ആശ്വാസ വചനങ്ങൾ, ദൈവവചനങ്ങൾ, അവരുടെ സ്നേഹം, ബഹുമാനം, ആദരവുകൾ, അടുപ്പങ്ങളെല്ലാം നൽകി തന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും സെമിറ്ററിയിലായിരിക്കുമ്പോഴും അവിടെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന സകലത്തിനും യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി, സന്തോഷം ഈ അവസരത്തില് രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ പ്രിയ ജോസ് മാസ്റ്റർ പറഞ്ഞതുപോലെ പഴയ പാട്ടുകൾ, ഞാനൊരു പാട്ടുകാരനല്ല, എനിക്ക് പാട്ട് പാടുവാൻ വളരെ ബുദ്ധിമുട്ടുമുണ്ട്. എന്നാൽ എന്നേക്കാൾ ഭേദമായി എൻ്റെ ഭാര്യ പാടുമായിരുന്നു. അവരുടെ ശവസംസ്കാരത്തോടുള്ളതായിരിക്കുന്ന, ശുശ്രൂഷയോടുള്ളതായിരിക്കുന്ന ബന്ധത്തില് ചില പാട്ടുകൾ പാടണമെന്നും ആ കാര്യം സാജുവച്ചനെ അറിയിക്കണമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് തന്നെ അത് പറഞ്ഞിരുന്നു. അച്ഛൻ പ്രാർത്ഥിക്കാൻ വരുമ്പോഴും അച്ഛനോട് അറിയാം. പ്രത്യേകിച്ച് ആ കാര്യം തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ. ചെറുപ്പകാലത്ത് പഠിച്ചതും പഠിപ്പിച്ചതും പാടി ആശ്വസിച്ചതും ദൈവത്തെ മഹത്വപ്പെടുത്തിയതുമായ പാട്ടുകൾ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ കാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയുള്ള ദൈവഭക്തന്മാരുടെ ആത്മനിറവിലുള്ള ആ പാട്ടുകൾ, സാജു അച്ഛന്റെ ഇപ്പോഴത്തെ പാട്ടില് നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴത്തെ പാട്ടുകൾ എത്ര മനോഹരമാകുന്നുവെങ്കിൽ 10-25 കൊല്ലത്തിനപ്പുറത്തുള്ള പാട്ടുകൾ എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് ഞാൻ പറയാതെ അറിയാം. ഞാൻ ചുരുക്കി പറയണമല്ലോ. ഞാന് 16-ാമത്തെ വയസ്സില് SLC പാസ്സായി, സൺഡേ സ്കൂൾ 10ാം ക്ലാസ് പാസ്സായി. ജീവിതത്തിൽ ഏത് മണ്ഡലം തിരഞ്ഞെടുക്കണമെന്നുള്ളതായ ചിന്തയില് അന്നത്തെ കാലത്ത് 1960-61 ഞാൻ പാസ്സായത്. 61-62 വർഷത്തെ കാര്യമാണ്. ഒരു വർഷം താമസമെടുത്തുവെങ്കിലും എൻ്റെ അംഗത്വമുള്ള ഇടമറുകി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയോടുള്ളതായിരിക്കുന്ന ബന്ധത്തില് അവിടെയാണ് ഞാൻ സൺഡേ സ്കൂള് പഠിച്ചത്, ഞാൻ സൺഡേ സ്കൂള് പഠിപ്പിച്ചത്. അവിടെയാണ് കൂട്ടായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കിയത്. ദൈവവചനത്തിന്റെ ആഴങ്ങളൊക്കെ മനസ്സിലാക്കിയത് അവിടെ വെച്ചാണ്. ആകയാൽ അപ്രകാരമുള്ള ഒരു ബന്ധത്തിലാണ് ആദ്യകാലം മുതലേ ഇങ്ങോട്ട് മുമ്പോട്ട് കടന്നു വരുന്നത്. ആകയാൽ ആ പാട്ടുകൾ പാടി ആ കാര്യം പ്രിയ അച്ഛൻ തന്നെ നിറവേറ്റിക്കൊള്ളും. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം സ്വാഗതം പറയേണ്ടതായിരുന്നു. പക്ഷേ സഹോദരങ്ങൾ വന്നു പോകുന്നത് കൊണ്ട് അത് ശരിയല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുമ്പോൾ അതെല്ലാം കൂടി കണക്കാക്കണമെന്ന് പ്രത്യേകം നിങ്ങളുടെ സ്നേഹത്തോട്
ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞവരെ ഈ അടുത്ത ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ 1967 വൈദിക സെമിനാരിയുടെ പഠനവും അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു തീർന്ന് ഞങ്ങൾ വിവാഹിതരായി. ഞങ്ങളുടെ വിവാഹ ഫോട്ടോ ഈ കയറുന്ന മുറിയുടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു കമ്മീസൊക്കെ ഇട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച് ക്ലീൻ ഷേവിംഗ് ഉള്ള ചർച്ചിലെ ഒരു ഡീക്കനായിട്ട് ഉള്ള ഒരു ഫോട്ടോയാണ് അവിടെ ഇരിക്കുന്നത്. പിൽക്കാലത്തുള്ള ഫോട്ടോകൾ ചുരുക്കം കണ്ടേക്കാൻ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ വിവാഹിതരായിട്ട് ഈ കഴിഞ്ഞ ജൂലൈ മാസം 10-ാം തീയതി 50 കൊല്ലം തികയുന്നു. ഒരിക്കലും ഞാനത് ഓർക്കാറില്ല. എന്നാൽ എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യ ഓർക്കുമായിരുന്നു. അതിനേക്കാൾ കൂടുതലായി കൂട്ടായ്മ മക്കൾ, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലുള്ള കൂട്ടായ്മക്കാരെ ആ കാര്യം ഓർപ്പിക്കുകയും അവരത് വിളിച്ചു പറയുകയും അവര് വന്ന് കാണാൻ വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവര് പ്രാർത്ഥിച്ചു പോയിരുന്നു. ഈ 50-ാമത്തെ വർഷം 67 മുതലുള്ള ഈ 50-ാമത്തെ വർഷം ഈ കഴിഞ്ഞ ജൂലൈ 10-ാം തീയതി രോഗത്തോടുള്ളതായിരുന്ന ബന്ധത്തില് ഞങ്ങള് ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് സാധാരണ ചെയ്യുന്ന പോലെ മക്കൾക്ക് കൂടി വരുവാനൊന്നും സാധിച്ചില്ലെങ്കിലും അവളൊരു ക്രമീകരണം ചെയ്തിരുന്നു. ദൈവം തമ്പുരാൻ 2 ആൺമക്കളും 2 പെൺമക്കളുമായി 4 മക്കളെ തന്നു. സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം വിവാഹത്താൽ 4 മരുമക്കളെ അവർക്കായി സംഘടിപ്പിച്ച് തന്നു. അവർക്ക് എല്ലാവർക്കും കൂടി 8 കൊച്ചുമക്കളുണ്ട്. ഇപ്പോൾ എനിക്ക് 74 വയസ്സ് ആരംഭിച്ചിരിക്കുന്നു. 6 വയസ്സിന് എളുപ്പമുണ്ട് എന്റെ ഭാര്യയ്ക്ക്. അവർക്ക് 68 ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ എല്ലാ മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ചു വരുത്തി അവർക്ക് മിഠായി കൊടുക്കാനായിട്ട്, സമ്മാനമായിട്ട് മിഠായി കൊടുക്കാനായിട്ട് എന്നെ ഫലമേൽപ്പിച്ചു. അപ്പോ പ്രായമുള്ള എന്റെ മക്കൾക്കൊക്കെ ഈ മിഠായി വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ കൊച്ചുമക്കളുടെ കാര്യമാണെങ്കിൽ ഒരു രസമുണ്ട്. എനിക്ക് ചിരി വന്നെങ്കിലും അത് പറഞ്ഞിട്ടാ പറഞ്ഞത്, ഞാൻ നിത്യതയിലേക്ക് മാറ്റപ്പെടും. എന്റെ ഭർത്താവും പപ്പയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും. ആ വാചകം പിന്നെ അവിടെയൊന്നും നിർത്തിയില്ല. എൻ്റെ സഹോദരിമാര്, സഹോദരന്മാര്, എൻ്റെ ബന്ധുമിത്രാദികള്, കൂട്ടുകാര്, എൻ്റെ സഭക്കാര് എല്ലാവരെയും അവിടെ കാണപ്പെടണം എന്ന് പറയുകയുണ്ടായി. പിന്നീട് അത് മക്കളെ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് 50-ാം വിവാഹ വാർഷികമായിട്ട് പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് തന്നയിച്ചു പോയിരിക്കുന്നത് നിത്യതയിലെ വാസ്തു. ആ കാര്യത്തിൽ എന്റെ ഭാര്യ എന്നെ ധൈര്യപ്പെടുത്തുകയും എനിക്ക് ആലോചനകൾ പറഞ്ഞു തരികയും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ചിന്തിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമായി. ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ എന്നെ സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും അംഗീകരിച്ചും എനിക്ക് വേണ്ടി രാപകലില്ലാതെ ശുശ്രൂഷകൾ ചെയ്തു. സഭയോടുള്ള ബന്ധത്തില് ഫെലോഷിപ്പുകളുടെ കാര്യത്തിലും
വേർപാട് സഭയോടുള്ളതായിരിക്കുന്ന ബന്ധത്തില് സഭയെയും പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തക്ക തുണയായി ലഭിച്ചിരുന്നത് ദൈവം തമ്പുരാന്റെ ഒരു വലിയ കരുണയും കൃപയുമാണ്. എന്നാൽ അത് ദൈവമല്ലാതെ മറ്റാരും അറിയപ്പെടുന്നില്ല. അങ്ങനെ അറിയപ്പെടത്തക്കവണ്ണം ഒരാളും ആയിരുന്നില്ല. എന്നാൽ അവർക്കൊരു ഉറപ്പുണ്ട്, കാണേണ്ടവൻ കാണുന്നു, അറിയേണ്ടുന്നവൻ അറിയുന്നു, പ്രവർത്തിക്കേണ്ടവൻ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ തന്നെ എനിക്കുള്ള ബോധ്യം, അവൾക്ക് മുമ്പേ ഞാൻ നിത്യതയിലേക്ക് കിടക്കണമെന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവള് പറയും എനിക്ക് മുമ്പേ എനിക്ക് കിടക്കണം എന്ന് പറയുമായിരുന്നു. ജോസ് പാസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ ഏപ്രിൽ മാസം പകുതി മുതൽ മെയ് മാസം, ജൂൺ മാസം, ജൂലൈ മാസം, ഈ ഓഗസ്റ്റ് 15 അല്ലേ, ഓഗസ്റ്റ് മാസം ഈ രാത്രി വരെയും ഭാര്യയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ മൂവാറ്റുപുഴ നെല്ലിച്ചാൽ ഹോസ്പിറ്റൽ, രാജഗിരി ഹോസ്പിറ്റൽ, PVS ഹോസ്പിറ്റൽ, ലാസ്റ്റ് തൊടുപുഴ ചാഴികാട് ഹോസ്പിറ്റലിൽ ഭാര്യയോടുകൂടെ നിൽക്കുവാനിടയായി. എനിക്കും ചില പ്രത്യേക രീതികളും ചിട്ടകളും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രകൃതങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ഒടേ തമ്പുരാൻ ഈ 5 മാസക്കാലം കൊണ്ട് 50 വർഷം എന്നെ ശുശ്രൂഷിച്ച ഭാര്യയെ ശുശ്രൂഷിക്കുവാൻ ഒരു ഭാഗ്യം തന്നു. എന്നാൽ ഈ ഒരാഴ്ചയിലേക്ക് കടന്നു വന്നപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് ക്ഷീണം വർദ്ധിക്കുകയും പല ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഒരു കാര്യം അപ്പോഴെല്ലാം ഞാൻ ഓർക്കും, ഇവിടെ പറഞ്ഞു കേട്ടതുപോലെ കർത്താവിന്റെ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 തെസ്സലോനിക്കർ 4:16-17 ആണല്ലോ. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെട്ടവരോട് ഒരുമിച്ച് മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ, ഈ മാസങ്ങളിലെ, ഈ ആണ്ടുകളിലെ അത്ഭുതകരമായ ഒരു വിഷയമെന്ന് എല്ലാ ദൈവമക്കളും അവരുടെ ഹൃദയത്തിൽ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു കാലഘട്ടമാകുന്നുവല്ലോ. എന്നാൽ പ്രതിഫലത്തിന്റെ ന്യായാസനത്തെ കുറിച്ച് വിസ്തരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാ, 2 കൊരിന്ത്യർ 5:10 അവരവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിപ്പാൻ നാം എല്ലാവരും യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ ന്യായാസനത്തിന്റെ മുമ്പിൽ എന്നേക്കാൾ സമ്മാനം അവൾ വാങ്ങിക്കുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അത് അവൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആ ഭാഗ്യത്തിലാകണമെന്ന് അവള് ആത്മാവിൽ എന്നോട് പറഞ്ഞ വചനം അനുസരിച്ച് അവശേഷിക്കുന്ന ഞാനും പ്രിയ മക്കളും കൊച്ചുമക്കളും മറ്റു ബന്ധുമിത്രാദികളും കൂട്ടുകാരും ആയിട്ടുള്ള എല്ലാവരും അപ്രകാരം ഒരു പ്രതിഫലത്തിന്റെ ന്യായാസനത്തിലേക്ക് കടന്നുപോയി നിത്യതയിൽ അവനോടുകൂടെ വാഴുവാൻ തക്കവണ്ണം ഇടയാകുമാറ് സ്വഭാവത്തിന്റെ രൂപാന്തരം, വിശുദ്ധന്മാരുടെ മാനസാന്തരം, വചനാനുസൃതമുള്ള ജീവിതം, ആത്മനിറവിൻ ജീവിതം തരുവാൻ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നിങ്ങളുടെ സ്നേഹത്തോട് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. സകലവിധമായ നന്ദികളും സ്തുതികളും സ്തോത്രങ്ങളും ആരാധനകളും മഹത്വങ്ങളും പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. ആരെങ്കിലും എന്നെ കുറിച്ച് അധികമായി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, ഞാനോ കുറയണം, അവനോ വളരേണം. ഞാനല്ല വളരേണ്ടത്, ഞാൻ കുറഞ്ഞിട്ട് കർത്താവായിരിക്കുന്ന യേശു വളരേണ്ടത് വളരെ ആവശ്യമാണ്.
അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് ദൈവമത്രേ. ഒരു സഭയെ ദൈവമാണ് ലോകത്തിൽ തെരഞ്ഞെടുക്കുന്നത്. ഒരു കൂട്ടായ്മയെ ദൈവമാണ് തെരഞ്ഞെടുക്കുന്നത്. നടുന്നവർ വളരു കാണാം, നനയ്ക്കുന്നവർ വളരു കാണാം. എന്റെ ദൈവം വിചാരിച്ചില്ലെങ്കിൽ വളരുകയില്ല. അതുകൊണ്ട് വളർത്തുമാറാക്കുന്ന ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സഹപ്രവർത്തകരെ, വിശ്വാസികളുടെ സമൂഹമേ, കൂട്ടുകാരുടെ സമൂഹമേ, ദേശനിവാസികളെ ഒരുമിച്ച് മുമ്പേറുവാൻ ദൈവം എല്ലാ കരുണകളും കൃപകളും ചെയ്തു തരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കട്ടെ.